എല്ലാവർക്കും ടെക് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണസദ്യക്ക് തന്നെയാണ്. അതായത് ഒരു പായസം ഉണ്ടാക്കലും പിന്നെ കുറച്ച് ഫണ്ണി വീഡിയോസൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാൻ. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് ആദ്യം പോയാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര വരട്ടിയാണ്. അപ്പോൾ അതിനെ നമുക്ക് വേണ്ടത്, അതോടൊപ്പം തന്നെ പായസം ഉണ്ടാക്കുന്നുണ്ട്, പരിപ്പ് പായസം. അപ്പോൾ ആദ്യം തന്നെ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. തീയൊക്കെ നന്നായിട്ട് കത്തി വരുമ്പോൾ തന്നെ ഉരുളി എടുത്ത് വയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര വരട്ടിയാണ്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് പഞ്ചസാര, ഉപ്പേരി, പിന്നെ ശർക്കര ഉരുക്കിയത്. ഫ്രണ്ട്സ്, അപ്പോൾ ഉപ്പേരി ഞങ്ങൾ നേരത്തെ വറുത്ത് വെച്ചതാണ്. അപ്പോൾ സമയമാകുമ്പോൾ ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ വറുത്ത് വെച്ചാണ്. ഈ വീഡിയോയിൽ 2 എണ്ണം കൂടി ഒരുമിച്ചാണ് ഞങ്ങൾ കാണിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ കുറേ നേരത്തെ കുറേ ലെങ്തി വീഡിയോ ആയിരിക്കും ഫ്രണ്ട്സ്. പിന്നെ വേണ്ടത് ചുക്കും ജീരകവും ഏലക്കായയും നന്നായിട്ട് മിക്സ് ചെയ്ത പൊടിച്ചെടുത്തത്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഉരുളിയിൽ ശർക്കര ഉരുക്കുക. ഇതുപോലെ ചെറുതാക്കി പീസായിട്ട് കട്ട് ചെയ്തത് നല്ല രീതിയിൽ ഉരുക്കുക. ഇത് ഉരുങ്ങി വരുമ്പോൾ തന്നെ ഏകദേശം കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. നല്ല തീയൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ കത്തി വരും, ഉരുക്കി വരും. അപ്പോൾ അതിനൊക്കെ വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോ ഭയങ്കര സ്പീഡാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി വീഡിയോ ആവും. അപ്പോൾ ഒന്നുകൂടെയാണ് അങ്ങനെ ചെയ്യണത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ വീഡിയോയിൽ 2 എണ്ണം കൂടി ഒരുമിച്ചാണ് ചെയ്യണത്. അതായത് ശർക്കര വരട്ടി ഉണ്ടാക്കണതും പായസം ഉണ്ടാക്കണതും രണ്ടും ഒരുമിച്ചാണ് ചെയ്യണത്. അപ്പം അതിൻ്റേതായ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ട്. അല്ലെങ്കിൽ ഭയങ്കര വീഡിയോ ഒക്കെ ലെങ്തി ആവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരിക്കൽ വന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല ലൂസായിട്ട് വേണം കിട്ടാൻ, അതുപോലെ ഉരുക്കി വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ശർക്കര നന്നായിട്ട് വെള്ളം പോലെ അയക്കണത്. ഇതല്ല കേട്ടോ, ഇത് പായസം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കണതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ വെള്ളം പോലെ അയക്കണത്. അപ്പോൾ ഇതിൽ ഞാൻ പായസം ഉണ്ടാക്കണ വീഡിയോ രണ്ടും കൂടി ഒരുമിച്ചാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോസ് അങ്ങനെ കാട്ടണത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലെ വേണം ആവാൻ. ഇനിയിപ്പോൾ ചെയ്യേണ്ടത്, നേരത്തെ വറുത്ത് വെച്ച ഉപ്പേരി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതായത് നേരത്തെ വറുത്ത് വെച്ച ഉപ്പേരി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം സെറ്റായി വരും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ക്ഷമയൊക്കെ വേണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അതെല്ലാം ഇടുക അതിനകത്തേക്ക്. ഇനി നമുക്ക് ഇത്തിരീശ് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. അതായത് ഇതുപോലെ പേപ്പറിൽ നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആ സമയത്ത് നമുക്ക് പഞ്ചസാരയും ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇത് റെഡി ആയി എന്ന് പറയാം. ശർക്കര വരട്ടി റെഡി ആയി എന്ന് പറയാം. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലായിടത്തും ആകും. ഇനി നമുക്ക് പായസം മേക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ നേരെ കാണാം. പായസത്തിന് പറയുകയാണെങ്കിൽ പരിപ്പായസം ഉണ്ടാക്കണ അത് പറയുകയാണെങ്കിൽ അതിന് വേണ്ടത് തേങ്ങാപ്പാല് 3 തരം വേണം. അതായത് ഫസ്റ്റ് പാല്, സെക്കൻഡ് പാല്, തേർഡ് പാല്. അതിൽ ഫസ്റ്റ് പാലിൽ ചെയ്യേണ്ടത് 8 തേങ്ങ ചുരുണ്ടിയതും എടുക്കുക. അതിൽ അല്പം വെള്ളം ഒഴിച്ച് നന്നായി അടിച്ചെടുക്കുക. അതായത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അത് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക.
രണ്ടാമത്തെ തേങ്ങാപ്പാൽ ചെയ്യേണ്ടത് പിഴിഞ്ഞെടുത്ത തേങ്ങ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. അതായത് നേരത്തെ ചെയ്ത് വെച്ചതിൽ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് പിഴിഞ്ഞ് മാറ്റുക. മൂന്നാമത്തെ ചെയ്യേണ്ടത് നേരത്തെ പിഴിഞ്ഞ് വെച്ചതിൽ അല്പം കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടത് ഞങ്ങൾ 2.5 കിലോ ശർക്കര ഉരുക്കിയെടുത്തതാണ് വേണ്ടത്. അപ്പോൾ ഒരാളെ ഞാൻ പറയാൻ മറന്നുപോയി, അതാണ് ഈ പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാൻ. ചെറുപയർ പരിപ്പാണ് നമുക്ക് വേണ്ടത്. അത് നെയ്യിൽ പുരട്ടി നന്നായി ചൂടാക്കി എടുക്കുക. പിന്നെ ചെയ്യേണ്ടത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. പിന്നെ വേണ്ടത് കഷ്ണണ്ടിയും കിസ്മസും എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കുക. ഇത്രയുള്ള പായസം ഉണ്ടാക്കാൻ വേണ്ടത് നമുക്ക്. അപ്പോൾ അതിൻ്റെ മേക്കിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിൽ ഭയങ്കര സ്പീഡിലായിരിക്കും സാധനങ്ങൾ കാണിക്കണത്. അപ്പോൾ ഞാൻ അതിന് മുമ്പേ ഒന്ന് പറഞ്ഞു വെച്ചെന്നുള്ളൂ. പായസം ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം തന്നെ 3-ാം പാൽ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര അതിനകത്തേക്ക് ഇട്ട് ഇതുപോലെ ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പരിപ്പ് ഇതിലേക്ക് ഇടാനാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ. അപ്പോൾ നമുക്ക് ഇനി അത് ഇടാം ഇതിലേക്ക്, പായസത്തിലേക്ക്. അപ്പോൾ തീയൊക്കെ ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് പരിപ്പ് ഇടുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. വീഡിയോയിൽ ഇത്തിരി ഇടുമ്പോൾ അത് ഫാസ്റ്റായിട്ട് കാണിക്കണത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തോരം എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത് നമുക്ക് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാൻ. അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിന്നൊക്കെ കൊമളകൾ വരുന്നത്. അപ്പോൾ in the sky, gazing far into the night. I raise my hand to the fire, but it's no use, 'cause you can't stop it from shining through. It's true, baby, let the light shine through. If you believe it's true, baby, won't you let the light shine through for you. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കഷ്ണണ്ടിയും കിസ്മസും ഇതിലേക്ക് ഇടാനാണ്. അപ്പോൾ നമുക്ക് ഇനി അതെടുക്കുക. എല്ലാം ഇത്തിരീശം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ 2-ാം പാൽ ഒഴിക്കുക. എന്നിട്ട് അത് ഇതുപോലെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് ഇതുപോലെ കൊമ്പളകൾ തിളച്ച് വരുമ്പോൾ തന്നെ 3-ാം പാൽ ഒഴിക്കാം.
മൂന്നാം പാലിൻ്റെ ഇടേണ്ട വീഡിയോയ്ക്ക് എടുക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണം. ആ സമയത്ത് എന്തോ റെക്കോർഡാവുണ്ടായില്ല വീഡിയോ, അപ്പോൾ അതാണ് പറ്റിപ്പോയത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചിട്ടില്ല, അത് ഒഴിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് തീയൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു. അപ്പോൾ ഞാൻ രണ്ടാം പാൽ ഒഴിക്കുന്ന സ്റ്റൈലൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കാണാൻ പറ്റും ഇതുപോലെ തിളച്ച് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ മൂന്നാം പാൽ ഒഴിക്കുക. എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. അപ്പോൾ മൂന്നാം പാൽ ഒഴിക്കുക. അവസാനം ഇതുപോലെയൊക്കെ ആകുമ്പോൾ അപ്പോൾ നിങ്ങളുടെ പായസം റെഡിയാവും. ഇത്രയേ ഉള്ളൂ പായസം ഉണ്ടാക്കണതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയാൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പായസം മേക്കിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ സദ്യ ഇപ്പോൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണേണ്. ഇനിയിപ്പോൾ ചോറും കൂടി വരാനുള്ളൂ കഴിക്കാൻ. പറയാൻ വിട്ടുപോയി. വേറൊന്നുമെല്ലാം ഈ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ മഴയൊക്കെ പെയ്യുമെന്ന് ഓർത്ത്, അതുകൊണ്ടായിരുന്നു പുറത്ത് പോയി ഫുഡ് ഉണ്ടാക്കല് വേണ്ടെന്ന് വെച്ചത്. കാരണം ഒരു രാവിലെയൊക്കെ ഒരു മഴയുണ്ടായി, പിന്നെ അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഉള്ളിൽ പോയി കിച്ചണിൽ പോയി തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാനെൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടും. ഇനി എന്താ പറയാനുള്ള, അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. പിന്നെ ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ക്യാമറമാൻ അമ്പാടിനോടൊപ്പം ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഔട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാം.